എല്ലാവരുടെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലായിടത്തും വെള്ളവും ഭയങ്കര മഴയൊക്കെ ആണല്ലോ. അപ്പം നമ്മുടെ വീടിന് ചുറ്റിനും ഭയങ്കര വെള്ളമാണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വെള്ളം പൊങ്ങിയപ്പോൾ നമ്മുടെ പാടത്തുനിന്ന് കയറിയ തിലോപ്പിയാട്ടോ. അപ്പോൾ രണ്ടെണ്ണം നമ്മളല്ലാതെ കുത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാർ കൂടിടുമല്ലോ നമ്മൾ മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കൂടിനകത്ത് കയറിയത് നമുക്ക് വിലയ്ക്ക് തന്ന മീനാട്ടോ. അപ്പം നമുക്ക് നല്ല ഫ്രഷ് മീൻ ഇങ്ങനെ കിട്ടിയ ഒരു സന്തോഷമാണ്. ശരിക്കും കരിമീനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു മീനാണ് തിലോപ്പിയ. പല ഡിസൈൻസിലുള്ള തിലോപ്പിയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പാടത്തുനിന്ന് കിട്ടും ഇവിടെ മൊത്തം ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇതാട്ടോ. അപ്പം നമ്മുടെ വയലുകളിലൊക്കെ കൂടുതലായിട്ടും കാണുന്ന ഒരു മീനാണ് തിലോപ്പിയ. കരിമീനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്നാണ് ചിലവർ പറയാറ്. അവർക്ക് വലിയ ഇഷ്ടമാണ്. എന്തായാലും എനിക്ക് കരിമീനും തിലോപ്പിയനൊക്കെ ഒരുപോലെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. ശരിക്കും ഇതൊക്കെ ഫ്രൈ ചെയ്ത കരിമീനാന്നേ പറയത്തുള്ളൂ. അപ്പോൾ തിലോപ്പിയയുടെ വീഡിയോ കണ്ടല്ലോ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിലേക്കും ക്ലീനിങ്ങിലേക്കും ഒക്കെ നമുക്ക് പോവാം. അടുത്ത മീൻ വന്നിട്ടുണ്ട്. അടുത്ത മീൻ വന്നിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ വാതിക്കലെ പാടത്ത് നിന്ന് വെള്ളം കവിഞ്ഞ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടെയും അടുക്കള വാതിലിലൂടെയൊക്കെ അപ്പുറത്തെ പുറകിലത്തെ ഒരു തോടുണ്ട്, അവിടേക്ക് ഒഴുകുമായിരുന്നേ. ആ സമയത്ത് പാടത്തുനിന്ന് കയറി വന്ന തിലോപ്പിയാണ് മുമ്പേ കണ്ടത്. പറമ്പിൻ്റെ സൈഡ് വഴി വന്നാണ് അത് കണ്ടത്. പിന്നെ നമ്മുടെ അടുക്കള മുറ്റത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളതിനെ പിടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഓടിപ്പോകുമല്ലോ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീവനുണ്ട്. ആ ഒരു സമയത്ത് നമ്മളെടുത്ത വീഡിയോയാണ് കേട്ടോ, അല്ലെങ്കിൽ അത് ഓടിപ്പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ദിയക്കുട്ടി തിലോപ്പിയനെ പിടിച്ചു കേട്ടോ. നമ്മൾ കുത്തി പിടിച്ചതായിരുന്നു. മുമ്പേ നമ്മൾ കണ്ടത് ചേട്ടന്മാരയിൽ നിന്ന് വാങ്ങിച്ചതും കൂടിയായിരുന്നു. അപ്പം ഇതാണ് തിലോപ്പിയ. നല്ല ടേസ്റ്റുള്ള തിലോപ്പിയ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഫസ്റ്റിലത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോയും കൂടെ ഇടാം. ആ കൂടെ നമ്മുടെ മീൻ വന്നതും കൂടെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഈ തിലോപ്പിയ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കരിമീൻ ഫ്രൈ ആണെന്നേ പറയത്തുള്ളൂ. ശരിക്കും അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ, അതായത് രണ്ടിൻ്റെ ഡിഫറൻസ് ഇപ്പം വേറുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ രണ്ട് മീനുകളും അങ്ങനെ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് കൺഫ്യൂഷനാകും കേട്ടോ. ഇത് ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ കരിമീനേക്കാളും നല്ല ടേസ്റ്റാണ് തിലോപ്പിയയ്ക്ക്. നമ്മൾ മിക്കവാറും മേടിച്ച് ഫ്രൈ ചെയ്യുകയോ കറി വെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പാടത്തുനിന്ന് കിട്ടിയതും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. കാരണം ഐസ് ഇടാത്ത ഐറ്റമാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോയാണ് കേട്ടോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക റെസിപ്പിയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഇടുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇതുപോലെ വെള്ളം പൊങ്ങുമ്പോൾ എന്തൊക്കെ മീനുകൾ വന്ന വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെ പിടിച്ചപ്പോൾ എന്ത് ടൈപ്പ് മീനാണ് ഏറ്റവും കൂടുതൽ ഇട്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പോവാട്ടോ. നല്ല വെള്ളമാണ്.
ഇനി നമുക്ക് ഓരോ തിലോപ്പിയായും കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല മുഴുത്ത തിലോപ്പിയ തന്നെയാണ് നമുക്ക് വലയിൽ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ മുള്ള് ഫസ്റ്റിലേ കട്ട് ചെയ്യാം. കരിമീൻ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെയാണ് തിലോപ്പിയയും ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ മുള്ളിന് കുറച്ച് കട്ടി കൂടുതലാണേ, ഭയങ്കര ഹാർഡാണ്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ മുള്ള് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ചെതുമ്പൽ ചെത്തുമ്പോഴത്തേക്കും നന്നായിട്ട് ബ്ലാക്ക് കളർ ഇല്ലാതെ നല്ല രീതിയിൽ ചിലപ്പോഴേ ഉള്ളൂ എനിക്കങ്ങ് സെറ്റായിട്ട് ചെത്തിയെടുക്കാൻ പറ്റത്തുള്ളേ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്ലിലിട്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. ചിലപ്പോൾ ചെത്തുമ്പോഴത്തേക്കും അതിൻ്റെ ബ്ലാക്ക് കളറൊക്കെ ആവത്തെ ഇരിക്കും. എനിക്ക് ചിലതൊക്കെ അത് ശരിയാവത്തുള്ളൂ. അങ്ങനെ നന്നായിട്ട് ചെത്തി അമ്മ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കല്ലേൽ ഉരയ്ക്കേണ്ട ആവശ്യവും വരുന്നില്ല കേട്ടോ. പിന്നെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് തിലോപ്പിയായും കരിമീനും ഒക്കെ ക്ലീൻ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടതിൻ്റെ മുള്ള ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തിലോപ്പിയയുടെ റെസിപ്പി നമ്മുടെ അടുത്ത വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക്